ഗൈസ്, ഇറ്റ്സ് മീ യുത്ത്. വെൽക്കം ടു ദിസ് വ്ലോഗ്. ഇപ്പം നമ്മൾ ഇന്നലെ ഒരു റീൽസിൽ കണ്ടതാണ്. നമ്മൾ ഇപ്പോൾ ടെറസിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു റീൽസിൽ കണ്ടതാണ്. ആരും ഇങ്ങ് വന്നേ. നമ്മൾ ഇന്നലെ റീൽസിൽ കണ്ടതാണ്. ഒരു പേരയിലേക്കകത്ത് പുളിയും ഉപ്പും മുളകും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കി കഴിക്കുന്നതായിട്ട്. ആർഷേ കമോൺ ബാബാ വന്നേടാ, നീ വാടാ, പെട്ടെന്ന് വാടാ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പേരയില എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, പുളി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, മുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങാം. നമുക്ക് ആരിഷിൻ്റെ ഇതിനകത്ത് തന്നെ ചെയ്യാം. ആരിഷ് ചെറുതെടുത്തു കേട്ടോ. അവന് ചോറ് വെച്ചുകൊണ്ട് തന്നെ അവന് ചിലപ്പോൾ ഛർദ്ദിക്കും, വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇലയിലേക്ക് കുറച്ച് പുളി വെച്ചു, പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുത്തു, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തു, പിന്നെ കുറച്ച് ഉപ്പും ഇട്ടുകൊടുത്തു. ഇത് വേണ്ടേ, കുടഞ്ഞിട്ട് ഇങ്ങനെ മടക്കി നിർത്തിക്കോ. നമ്മൾ ആരിഷിൻ്റെ എക്സ്പ്രഷനൊക്കെ എടുത്തതാണ്. കണ്ടോ എന്തോ എനിക്കറിഞ്ഞൂടെ, പക്ഷെ ബാക്ക് അടിച്ച് പോയി അറിയാതെ. അപ്പം പോയെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു നിഗമനം. അപ്പം ഞാനും അതെടുത്തിട്ട് ആരിഷ് എന്തുവാണ് ഉണ്ടായെന്നൊന്നും എൻ്റെ അടുത്ത് പറയുന്നില്ല. ഭയങ്കര പുളിയും എരിയും കൂടി ചേർത്ത് ഛർദി തുപ്പാൻ തോന്നുന്നു. ആരിഷ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെടുന്നു കണ്ടിട്ടൊക്കെ. എനിക്ക് പേരയുടെ ഫ്ലേവർ തന്നെ ഇഷ്ടമാണ്. പേരയുടെ ഞാൻ ചുമ്മാ തിന്നുമായിരുന്നു കൊച്ചിലെ. കഴിക്കാൻ പോവാണ്. ഇപ്പൊ ഛർദി ചോടും. തുമ്പിക്കോ, തുമ്പാന പൊടിക്കോ. കൊള്ളത്തില്ലെന്ന് പറയാം. ഇതാരും ട്രൈ ചെയ്യല്, ഇത് കൊള്ളാത്ത ഒരു സാധനമാണ്. ഇതാരും ട്രൈ ചെയ്യല്. നമ്മൾ ട്രൈ ചെയ്തപ്പോൾ നമുക്ക് ഛർദിക്കുന്നതിൻ്റെ ഉണ്ടായി. ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. കൊള്ളാം, പക്ഷെ എന്തോ ഒരു തരിതരിപ്പ്. അതുകൊണ്ട് ഞാൻ പുളി കൂടി പോയിട്ടുണ്ട്. പുളിയും എരിവും ഉപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനൊന്നും ആക്കിയോ ഭയങ്കര എരിയാ മണ്ടയ്ക്ക് തോന്നുന്നു.